നമ്മുടെ ബലഹീനതകളെയോ നമ്മുടെ ന്യൂനതകളെയോ നമ്മുടെ തെറ്റുകളെയോ ഒക്കെ വിരൽ ചൂണ്ടുമ്പോ അത് വേദനയാണ്. പക്ഷേ ഇരുൾ അടഞ്ഞ വഴികളിൽ തിരുനാളമാകുവാൻ ഇന്നത്തെ ചിന്ത. പ്രൈസ് ലോർഡ്. എല്ലാ മാന്യ ശ്രോതാക്കൾക്കും ക്രിസ്തുവിൽ വന്ദനം. ഈ മീഡിയ പ്ലാറ്റ്ഫോമിലൂടെ ദൈവവചനം ശ്രദ്ധിക്കുവാൻ പുതുവർഷത്തിന്റെ പുത്തൻ പുലരിയിൽ പുതിയ സന്ദേശത്തിനായി കാതോർത്തിരിക്കുന്ന എല്ലാവർക്കും ദൈവശബ്ദം അനുഗ്രഹവും വിടുതലുമായി തീരട്ടെ എന്ന പ്രാർത്ഥനയോടെ ഒരു തിരുവചന വേദഭാഗം വിശദീകരിക്കുവാൻ കർത്താവിൽ ആശിക്കുകയാണ്. മിഖാ പ്രവചനം 3-ാം അധ്യായം 4-ാം വാക്യം. അന്ന് അവർ യഹോവയോട് നിലവിളിക്കും, എന്നാൽ അവൻ അവർക്ക് ഉത്തരം അരുളുകയില്ല. അവർ ദുഷ്പ്രവൃത്തികളെ ചെയ്തിനൊത്തവണ്ണം അവൻ ആ കാലത്ത് തൻ്റെ മുഖം അവർക്ക് മറയ്ക്കും. ഈ തിരുവചന വേദഭാഗം ഞാൻ പഠിച്ചപ്പോൾ നമ്മൾ പലപ്പോഴും നിലവിളി കേൾക്കുന്ന ഒരു ദൈവത്തെ, നമുക്ക് വേണ്ടി മുഖം മറയ്ക്കാത്തൊരു ദൈവത്തെ നമ്മൾ തിരുവചനത്തിലുടനീളം കണ്ടിട്ടുണ്ട്. എന്നാൽ ഈ വേദഭാഗത്തിൽ ഞാനൊരു തലക്കെട്ട് ഇങ്ങനെ കൊടുക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. നിലവിളി കേൾക്കാത്തതിന്റെ കാരണം നാം കണ്ടെത്തുമോ? സ്തോത്രം. നിലവിളി കേൾക്കാത്തതിന്റെ കാരണം നാം കണ്ടെത്തുമോ? നമുക്കറിയാം, ഇവിടെ രാഷ്ട്രീയ പാർട്ടികൾ ഒരു ഇലക്ഷന് തോറ്റുപോയാൽ പിറ്റേ സന്ദർഭത്തിൽ അവർ ചെയ്യുന്നത് ഗ്രൂപ്പ് യോഗം വിളിച്ച് പരാജയത്തിന്റെ കാരണം എന്തെന്ന് അവർ കണ്ടുപിടിക്കും. ഏത് തോൽവിയുടെയും പിറകിലുള്ള കാരണത്തെ കണ്ടുപിടിക്കുന്നവരാണ് എല്ലാവരും. പക്ഷേ ആത്മീകരായ നമ്മുടെ ജീവിതത്തിൽ നമ്മെ തന്നെ മറ്റുള്ളവർ വിരൽ ചൂണ്ടുമ്പോൾ നമുക്കത് വേദനയും ഭാരവും ദുഃഖവും പ്രയാസവും ഒക്കെയാണ്. നമ്മുടെ ബലഹീനതകളെയോ നമ്മുടെ ന്യൂനതകളെയോ നമ്മുടെ തെറ്റുകളെയോ ഒക്കെ വിരൽ ചൂണ്ടുമ്പോ അത് വേദനയാണ്. പക്ഷേ തിരുവചനം പരിശോധിച്ച് വായിച്ച് സ്വന്തം തെറ്റുകളെ ഗ്രഹിച്ചുകൊണ്ട് മുമ്പോട്ട് പോയാൽ നിശ്ചയമായും മുഖം മറയ്ക്കാതെ നിലവിളി കേൾക്കുന്ന ഒരു ദൈവത്തെ നമുക്ക് കണ്ടെത്തുവാൻ കഴിയും. ആ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന ജനത്തിന്റെ ദുഷ്പ്രവൃത്തി നിമിത്തമാകാം ഒരുപക്ഷെ ദൈവം മുഖം മറച്ചത്, നിലവിളി കേൾക്കാതിരുന്നത്. മിഖാ പ്രവാചകൻ കാലഘട്ടത്തിലുള്ള ജനത്തോട് നൽകുന്ന ഒരു മുന്നറിയിപ്പിന്റെ സന്ദേശമാണ് ആ വേദഭാഗത്തിന്റെ ഇതിവൃത്തമെന്ന് നമുക്ക് ആഴമായി പഠിക്കാം. പക്ഷേ തിരുവചനം പഠിക്കുമ്പോൾ പല വേദഭാഗങ്ങൾക്കകത്തും കാണാൻ കഴിയുന്ന ഒരു വസ്തുത, സദൃശ്യവാക്യങ്ങൾ 29:9 ന്യായപ്രമാണം കേൾക്കാതെ ചെവി തിരിച്ച് കളഞ്ഞാൽ അവന്റെ പ്രാർത്ഥന തന്നെ വെറുപ്പാകുന്നു. നോക്കിക്കോണേ, ചിലത് നമ്മൾ കേൾക്കും, ചിലതിന് നമ്മൾ ചെവി കൊടുക്കത്തില്ല. ഇമ്പമുള്ളത് കേൾക്കാൻ നമ്മൾക്ക് ഇഷ്ടമാണ്. പക്ഷേ നമ്മുടെ ജീവിതത്തോട് തന്നെ സ്തോത്രം തെറ്റുകളെ ചൂണ്ടിക്കാണിക്കുന്ന ചിലതിനെ നമ്മൾ അവഗണിക്കാറുണ്ട്. അത് അപകടമാണ്. സ്തോത്രം. ഒരുപക്ഷെ നിലവിളി കേൾക്കാത്ത സ്തോത്രം മുഖം മറയ്ക്കുന്ന ഒരു ദൈവത്തിന്റെ സന്നിധിയിൽ നാം എത്തപ്പെടുമ്പോഴുള്ള അതിന്റെ ഭയാനകതയെ നമ്മൾ ആരും ഇതുവരെ ചിന്തിച്ചിട്ടുണ്ടാകില്ല, അല്ലേ? സ്തോത്രം. അത് വലിയ അപകടകരമായ ഒരു ഡേഞ്ചർ സോണിലേക്കാണ് നാം എത്തപ്പെടുന്നതുള്ള യാഥാർത്ഥ്യം നമ്മൾ ആരും മറന്നു പോകരുത്. അങ്ങനെയെങ്കിൽ 2024 അയ്യോ, എന്റെ പ്രാർത്ഥന പലതും കേൾക്കുന്നില്ലല്ലോ, എന്റെ നിലവിളിക്ക് പലപ്പോഴും മറുപടി നൽകുന്നില്ലല്ലോ, ഇതുവരെ കാരണങ്ങൾ കണ്ടുപിടിച്ചിട്ടുണ്ടോ? സ്തോത്രം. ന്യായപ്രമാണം കേൾക്കാതെ ചെവി തിരിച്ച് കളഞ്ഞാൽ അവന്റെ പ്രാർത്ഥന വെറുപ്പാകുന്നു എന്ന് പറയുമ്പോൾ നമ്മളെല്ലാവരും പ്രാർത്ഥിക്കുന്നവരാണ്, ദൈവശബ്ദത്തിന് വേണ്ടി കാതോർക്കുന്നവരാണ്. പക്ഷേ നമ്മൾ നമ്മുടെ ജീവിതത്തെ തന്നെ ഒന്ന് നോക്കൂ. മറ്റുള്ളവർ വിരൽ ചൂണ്ടുന്നതിനു മുമ്പായി സ്വന്തം തെറ്റുകളെ ഗ്രഹിക്കുന്നവരാര് എന്നുള്ള തിരുവചനം നമ്മെ ഓർപ്പിക്കുമ്പോ, കാലത്തിന്റെ കുത്തൊഴുക്കിൽപ്പെട്ട് മൂല്യതകൾ നഷ്ടപ്പെടുത്തുന്നവരുടെ കൂട്ടത്തിലല്ല ആത്മീകൻ. മറിച്ച് മൂല്യതകളെ മുറുകെ പിടിച്ചുകൊണ്ട് മൂല്യമായ ഒന്നിനു വേണ്ടിയുള്ള നിലനിൽപ്പിനു വേണ്ടി കാത്തിരിക്കുന്നെങ്കിൽ നിശ്ചയമായും ദൈവം ആർക്കും കടക്കാരനാകത്തില്ല. ദൈവം ഒരിക്കലും മുഖം തിരിക്കുന്ന ദൈവമല്ല. ദൈവം ഒരിക്കലും കേൾക്കാതെ പോകത്തില്ല. കേൾക്കാതെ വണ്ണം അവന്റെ ചെവി മന്ദമായിട്ടില്ല. സ്തോത്രം. ദൈവത്തിന്റെ കരം ഒരിക്കലും കുറുകിയിട്ടില്ല. ഈ 2025 പുതിയ പ്രതീക്ഷകളാണ് നിങ്ങളുടെ മുമ്പിൽ ഉള്ളത്. പുത്തൻ പ്രതീക്ഷകളാണ് ദൈവം നിങ്ങൾക്ക് തരുന്നത്. ഈ അസുലഭ നിമിഷം പാഴാക്കാതെ ഇനിയും അതിക്രമിച്ചിട്ടില്ല. പ്രാരംഭ ദിനങ്ങളിൽ തന്നെ ദൈവത്തിന്റെ സന്നിധിയിൽ കമ്മിറ്റ് ചെയ്യുക. ഇന്നലകളിലെ എന്റെ പ്രാർത്ഥനയുടെ മറുപടിക്ക് തടസ്സമായി നിൽക്കുന്നത് എന്ത്? എന്നിൽ
ഉള്ളത് അത് മനസ്സിലാക്കിക്കൊണ്ട് ഒരു പുതുവർഷ ആമേൻ പുതിയ സുദിനത്തിൽ ഒരു പുതിയ സമർപ്പണത്തോടെ നമുക്ക് മുന്നേറാം. ദൈവം ആമേൻ ചെവി കേൾക്കാതെ, നിലവിളിക്ക് ചെവി തരാതെ, മുഖം മറയ്ക്കാതെ, ആമേൻ നമ്മുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി നൽകാത്ത ഒരു ദൈവത്തെ അല്ല നമ്മൾ സേവിക്കുന്നത്, മറുപടി നൽകുന്ന ഒരു ദൈവത്തെയാണ്. അതുകൊണ്ട് നമ്മുടെ പിന്നിലെ കാരണങ്ങൾ, തെറ്റുകൾ കണ്ട് സ്വയം തിരുത്തി മുന്നേറാം. കാരണങ്ങൾ കണ്ടുപിടിക്കാം. പുതിയ വഴികൾ ദൈവം നമുക്ക് വേണ്ടി തുറക്കട്ടെ. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ സഹായിക്കട്ടെ. മുഖം മറയ്ക്കുന്ന, നിലവിളി കേൾക്കാത്ത ഒരു ദൈവത്തെ അല്ല. ചില സാഹചര്യങ്ങൾ, ദൈവത്തിന്റെ അരുളപ്പാടുകൾ ശ്രദ്ധിച്ച് മുന്നേറാൻ സർവശക്തൻ നിങ്ങൾക്ക് കൃപ നൽകട്ടെ. ഗോഡ് ബ്ലസ് യു. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.